ഫുട്ബോൾ കളത്തിൽ ചില നീതി നിഷേധങ്ങളുണ്ട്. കളിയുടെ കാൽപ്പനികതയെ തന്നെ ചോദ്യം ചെയ്ത് അതിൻ്റെ ചട്ടക്കൂടുകളെ ഒന്നാകെ പൊളിച്ച് പണിത് ഇതെൻ്റെ സാമ്രാജ്യം, എൻ്റെ നിയമം എന്ന് ചിലർ പ്രഖ്യാപിച്ചു കളയും. കൈപ്പിടിയിലൊതുക്കേണ്ട പന്തിനെ പരിഹസിക്കും. നേരെ ചെയ്യേണ്ട കാര്യങ്ങളെ അല്പം വളഞ്ഞ വഴിയിൽ റിസ്ക് എടുത്ത് ചെയ്യും. പോസ്റ്റിലേക്ക് പറന്നിറങ്ങുന്ന കാൽപന്തിനെ നേർക്കുനേരെ നിന്ന് സ്വീകരിച്ച് വായുവിൽ ഉയർന്ന് പിൻകാലുകൊണ്ടൊരു തേൾ കിക്ക് കൊടുത്ത് കുത്തി നോവിക്കും. കളിരീതികളെ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് നിയമാവലിക്കുള്ളിൽ നിന്ന് കുമ്മായച്ചതുരത്തിൽ കളിക്കേണ്ട കളിയല്ല ഫുട്ബോളെന്നും അതിന് കളിക്കാർക്ക് അവരുടേതായ നീതിയും ന്യായവിധികളുമുണ്ടെന്നും ലോകം തിരിച്ചറിയപ്പെടുന്നത്. അങ്ങനെ കാൽപന്ത് കളിയെ ചോദ്യം ചെയ്തവരിൽ പ്രധാനിയാണ് കൊളംബിയൻ ഗോൾ കീപ്പറായിരുന്ന റെനെ ഹിഗ്വിറ്റ. പിഴച്ചാൽ തനിക്ക് മുന്നിൽ ലോകം തന്നെ നശിച്ചേക്കാമെന്ന നിമിഷത്തിലും തന്നിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു പന്തിനെ ഭൂമിയിൽ നിന്ന് പറന്നുയർന്ന് പിൻകാലുകളിൽ കോരിയെടുത്തെറിയാൻ ഒരാൾ തയ്യാറാകുന്നെങ്കിൽ അതിന് ഇരട്ടച്ചങ്ക് മാത്രം പോരാ, മറിച്ച് അയാൾ ഹിഗ്വിറ്റയായിരിക്കണം. ഒരാൾ കാണിക്കുന്നതിനെ പിന്തുടരാൻ ആളുകളുണ്ടാകും, പക്ഷേ വെല്ലുവിളി ആദ്യമായി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവനാണ് പോരാളി. അതുകൊണ്ട് തന്നെ അയാൾ ഹിഗ്വിറ്റ വേറിട്ട് നിൽക്കുന്നു. ഗോൾ പോസ്റ്റിനേക്കാളും നെഞ്ചളവോടെ അയാൾ ഉയർന്നു നിൽക്കുകയാണ്. 31 വർഷമാകുന്നു ഹിഗ്വിറ്റയുടെ ലോകപ്രശസ്ത തേൾക്കിക്ക് പിറന്നിട്ട്. 20,000-ഓളം കാണികളെ ഉണ്ടായിരുന്നുള്ളൂ വെംബ്ലി സ്റ്റേഡിയത്തിൽ. കാരണം അതൊരു ഇംഗ്ലണ്ട് കൊളംബിയ സൗഹൃദ മത്സരമായിരുന്നു. 1994 ലോകകപ്പിൽ ഇടം കിട്ടാതെ പോയതിൻ്റെ ആലസ്യത്തിൽ ഇംഗ്ലണ്ട്, സെൽഫ് ഗോളിൻ്റെ പേരിൽ എസ്കോബാറിനെ നഷ്ടമായതിൻ്റെ നടുക്കത്തിലായിരുന്നു കൊളംബിയ. മത്സരം ഗോളടിക്കാതെ സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ കാണികൾക്കാകെ ഉന്മാദം പരത്തി ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗോൾ ശ്രമം കൊളംബിയൻ ഗോളി റെനെ ഹിഗ്വിറ്റെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതായിരുന്നു ആ കളിയുടെ ഹൈലൈറ്റ്. ലോകമാകെ ഇന്നും ഓർത്തിരിക്കുന്ന തരത്തിൽ ആ മത്സരം മാറിയത് അവിടെയാണ്. സെപ്റ്റംബർ 6 മത്സരം. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് ഏതാണ്ട് 30 വാര അകലെ നിന്നാണ് ജാമി റെഡ്നാപ്പ് എന്ന ഇംഗ്ലണ്ട് താരം ആ ലോങ് ഷോട്ട് തൊടുത്തത്. ഉയർന്ന പൊന്തി കരിയില കിക്കിനെ അനുസ്മരിപ്പിച്ച് വലയിലേക്ക് ഊർന്നിറങ്ങുന്ന പന്ത്. സാധാരണ ഗോൾ കീപ്പർമാരാണെങ്കിൽ ആ പന്തിനെ കാത്തുനിന്ന് കൈപ്പിടിയിലൊതുക്കും. പക്ഷേ ഹിഗ്വിറ്റ അയാൾ വ്യത്യസ്തനാണ്. മറ്റാർക്കും ചിന്തിക്കാനാകാത്ത ഭ്രാന്തമായ വഴിയാണ് അയാളുടെ സഞ്ചാരം. കയ്യിലൊതുക്കാമായിരുന്ന പന്തിനെയും അതടിച്ച ജാമിയെയും ഒരേപോലെ അപമാനിച്ചുകൊണ്ട് ഹിഗ്വിറ്റ ഇരുകാലുകളിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്ന് കുതിച്ചുയർന്നു. പിന്നെ കണ്ടത് സർക്കസിലെ ഒരു ട്രപ്പീസ് കളിക്കാരൻ്റെ മെയ്വഴക്കമായിരുന്നു. ഉയർന്നു ചാടി അയാളുടെ മനസ്സിൽ പന്തിൻ്റെ ഗതി കൃത്യമായി അളന്നിട്ടിരുന്നു. താഴ്ന്നു വന്ന പന്തിനെ ഉയർന്നു ചാടി ശരീരം മുന്നിലേക്ക് വളച്ച് നോട്ടം പന്തിലേക്ക് തന്നെ ഉറപ്പിച്ച അയാൾ ഇരുകാലുകളും വായുവിൽ പിന്നിലേക്ക് മടക്കി. കുത്താനായിരുന്ന ഒരു തേളിൻ്റെ വാലിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ ദൃശ്യം. മുകളിലേക്ക് ഉയർന്ന കാൽപാദങ്ങൾ കൊണ്ട് അയാൾ വായുവിൽ വെച്ച് തന്നെ പന്തിനെ മർദ്ദിച്ചകറ്റി. വന്ന വഴിയെ ആ പന്ത് മടങ്ങിപ്പോയി. പന്തടിച്ച ജാമിയും കളത്തിലുണ്ടായിരുന്ന മുഴുവൻ താരങ്ങളും ഗ്യാലറിയിലുണ്ടായിരുന്ന കാണികളും അമ്പരന്ന് വാപൊളിച്ചു നിന്നു. അവർ കണ്ണുകൾ ഒന്നുകൂടി തിരുമ്പി നോക്കി. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാൽപന്തിൻ്റെ ചരിത്രത്തിൽ പുതിയ നിയമം എഴുതുകയായിരുന്നു ഹിഗ്വിറ്റ. കാൽപന്തിനെ ഗോളിക്ക് കാലുകൾ കൊണ്ടും അപമാനിക്കാം, അല്ലെങ്കിൽ നിലവിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാം. ഹിഗ്വിറ്റയുടെ ആ രക്ഷാപ്രവർത്തനത്തെ റിവേഴ്സ് ബൈസിക്കിൾ കിക്കെന്നും ഹാമർ കിക്കെന്നും ചിലർ വിളിച്ചു. എന്നാൽ സ്കോർപിയോൺ കിക്കെന്നാണ് അതിനെ ലോകം വാഴ്ത്തിയത്. പോസ്റ്റിന് മുന്നിൽ പന്ത് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത ഇഷ്ടമല്ലായിരുന്നു ചുരുണ്ട മുടി നീട്ടി വളർത്തിയ ഹിഗ്വിറ്റയ്ക്ക്. കളിയുടെ നിയതമായ വ്യവസ്ഥകളിലൂടെ സഞ്ചരിക്കാനേ ഹിഗ്വിറ്റ ഇഷ്ടപ്പെട്ടില്ല. പന്തുമായി അയാൾ അതിവേഗം ബോക്സിന് പുറത്തേക്ക് ഇറങ്ങിയോടി. ഗോളടിക്കാൻ വെമ്പുന്ന ഗോളിയായിരുന്നു അയാൾ. പെനാൽറ്റികളും ഫ്രീ കിക്കുകളും ഹിഗ്വിറ്റ ഏറ്റെടുത്തു. കൊളംബിയയ്ക്ക് വേണ്ടി 7ഉം ക്ലബ് ഫുട്ബോളിൽ 41 തവണ അയാൾ എതിർവല കുലുക്കിയിട്ടുണ്ട്. ഗോളടിക്കാൻ വെമ്പുന്ന ഹിഗ്വിറ്റയുടെ ശൈലി സ്വീപ്പർ കീപ്പർ എന്നാണ് അറിയപ്പെട്ടത്. ബോക്സിന് പുറത്തേക്കിറങ്ങി ഓടിയപ്പോൾ വലിയ നഷ്ടങ്ങളും പലതവണയും ഉണ്ടായി. 1990 ലോകകപ്പിൽ കൊളംബിയയുടെ പുറത്താകൽ ഹിഗ്വിറ്റയുടെ പിഴവ് മൂലമായിരുന്നു. ഗ്രൂപ്പിലെ 3 കളികളിൽ അയാൾ കാത്ത കൊളംബിയയുടെ വലയിൽ അന്ന് വീണത് ഒറ്റ ഗോൾ മാത്രമായിരുന്നു. ആ ലോകകപ്പിൽ അർജന്റീനയെ ഉൾപ്പെടെ തകർത്ത റോജർ മില്ലയുടെ കാമറൂണിനെ നിശ്ചിത സമയത്ത് കൊളംബിയ ഗോളടിക്കാതെ പിടിച്ചു നിർത്തി. പക്ഷേ അധിക സമയത്തിൻ്റെ 16-18 മിനിറ്റുകളിൽ മില്ല ഹിഗ്വിറ്റയെ കീഴടക്കി. ആദ്യ ഗോൾ വഴങ്ങി പിന്നിലായ കൊളംബിയൻ താരങ്ങൾ തിരിച്ചടിക്കാനായി എല്ലാവരും മുന്നിലേക്ക് കയറി കളിക്കുകയായിരുന്നു. കൊളംബിയൻ പകുതിയിലേക്ക് വന്ന പന്ത് ക്ലിയർ ചെയ്യുന്നതിന് പകരം ബോക്സിന് പുറത്ത് 35 വാരയോളം ഇറങ്ങിയോടിയ ഹിഗ്വിറ്റ സഹതാരത്തിന് പന്ത് പാസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഇതിഹാസ താരം മില്ലയെ ഡ്രിബിൾ ചെയ്യാനുള്ള ശ്രമം പാളി. അതിവിദഗ്ധമായി പന്ത് ടാക്കിൾ ചെയ്ത മില്ല ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് പന്തുമായി ഓടിക്കയറി 2ാം ഗോൾ അടിച്ചു.
ഒറ്റ നിമിഷം കൊണ്ട് വില്ലനായി മാറിയപ്പോഴും അന്ന് ഹിഗിറ്റ ചിരിച്ചു. ജയിച്ചവനെ തകർത്ത ചിരി. തോറ്റാൽ കരയണമെന്ന് എഴുതപ്പെടാത്ത നിയമവ്യവസ്ഥയെയും അയാൾ പൊളിച്ചു പണിയുകയായിരുന്നു. രണ്ടിനും ഹിഗിറ്റയ്ക്ക് വിശദീകരണമുണ്ടായിരുന്നു. മനുഷ്യൻ അയാളുടെ കഠിന പ്രയത്നങ്ങളുടെ പേരിൽ ഓർമ്മിക്കപ്പെടും. അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. സ്കോർപിയോൺ കിക്കിനെ ഹിഗിറ്റ ഓർക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾ തലകുത്തി മറിയുന്ന ഒരു പരസ്യമായിരുന്നു അത്തരമൊരു സാഹസം ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ഹിഗിറ്റ വെളിപ്പെടുത്തിയത്. തെരുവിൽ കളിക്കുന്ന കുട്ടികളോട് അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റിവേഴ്സ് ബൈസിക്കിൾ കിക്ക് പരിശീലിക്കുമെന്ന്. പക്ഷേ കളിക്കളത്തിൽ ഏതാണ്ട് 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അയാളുടെ സ്വപ്നം സാധ്യമാക്കാൻ ജാമി റെഡ്നാപ്പ് ആ ഷോട്ട് വായിച്ചത്. കളിയെ തൻ്റേതായ ശൈലിയിൽ നിർവചിച്ച ഹിഗിറ്റയ്ക്ക് ആരാധകർ ഏറെയുണ്ടായി. പക്ഷേ പിന്തുടരേണ്ട ഒരു ജീവിതശൈലി അയാൾക്ക് സാധ്യമായില്ല. തട്ടിക്കൊണ്ടുപോകൽ ആരോപണത്തെ തുടർന്ന് ഹിഗിറ്റ 7 മാസത്തോളം ജയിലിലായിരുന്നു. 1994 ലോകകപ്പ് ഹിഗിറ്റയ്ക്ക് നഷ്ടമാക്കിയത് അതായിരുന്നു. പിന്നീട് അയാൾ ലഹരിക്ക് അടിമപ്പെട്ടു. 94 ലോകകപ്പിൽ ഹിഗിറ്റയായിരുന്നു കൊളംബിയൻ വല കാത്തതെങ്കിൽ ഒരുപക്ഷേ അവർക്ക് എസ്കോബാറിനെ നഷ്ടമാകില്ലായിരുന്നു. സ്കോർപിയോൺ കിക്കിലൂടെ പന്ത് രക്ഷിക്കുന്ന അയാൾക്കാണോ ഒരു സെൽഫ് ഗോൾ തടയാൻ പ്രയാസം? 2008 42-ാം വയസ്സിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ അവസാനിപ്പിക്കുമ്പോൾ കൊളംബിയൻ സൂപ്പർ താരങ്ങളായ വാൽഡറാമയ്ക്കും ആസ്പ്രലയ്ക്കും അഡോൾഫോയ്ക്കുമൊക്കെ കിട്ടിയ തരത്തിൽ ഒരു വിരമിക്കൽ മത്സരം ഹിഗിറ്റയ്ക്കായി ഒരുക്കി. അന്നും അയാൾ ആ മാന്ത്രിക സ്കോർപിയൻ കിക്ക് ആവർത്തിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ പോലെ കൊണ്ടുപോകാം. പക്ഷേ വ്യവസ്ഥിതികളോട് കലഹിച്ച് പുതിയ വഴി വെട്ടിത്തുറക്കുമ്പോൾ നിങ്ങളെ പിന്തുടരാൻ കാലം ആവശ്യപ്പെടും. കാലാന്തരത്തിൽ നിങ്ങൾ അനുഭവിച്ച പൊളിപ്പുകൾ മധുരമായി മാറും. നിങ്ങൾ അന്ന് ആദരിക്കപ്പെടും. നിങ്ങളുടെ അഭാവം ലോകമറിയും. നന്ദി ഹിഗിറ്റ.